നമുക്കിവിടെ ലെമ്മ 4.4.1 കാണിക്കേണ്ടത്. ഇതൊരു ഈഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഇതിന് വൺ സൈഡ് പറയുന്നത് നമ്മുടെ ഗ്രാഫ് സിമ്പിൾ ഗ്രാഫാണ്. നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് വേർട്ടീസസ് ആണ് യു വി. നോൺ അഡ്ജസൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിൽ മിനിമം 3 വേർട്ടീസസ് എങ്കിലും വേണ്ട, എങ്കിലല്ലേ അത് നോൺ അഡ്ജസൻ്റ് ആവാതിരിക്കുള്ളൂ. ഒരു കണ്ടീഷനും കൂടി പറയുന്നുണ്ട്. ഈ ഡിഗ്രി ഓഫ് യുവും ഡിഗ്രി ഓഫ് വിൻ്റെ സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫിൽ എത്ര വേർട്ടീസസ് ആണുള്ളത് അതിനേക്കാളും കൂടുതലോ ഈക്വലോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് നമ്മൾ എടുത്തിട്ടുള്ള എന്തിനും ഉദാഹരണമാവോ? ഇല്ലല്ലോ, നമ്മുടെ ഈ കേസിന് ഉദാഹരണമാവില്ല. കാരണം എന്താ, ഇവിടെ ഡിഗ്രി ഓഫ് യു എന്ന് പറയുന്നത് 1 ആണ്, ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത് 1 ആണ്. ഇതെന്താ 2 വരുന്നത്. നമ്പർ ഓഫ് വേർട്ടീസസോ 3 ആണ്. അപ്പോൾ 2 > 3 എന്ന് പറയുന്ന കേസ് ഇമ്പോസിബിൾ ആണല്ലേ. അപ്പം നമുക്കിനി ഈ ഒരു കേസ് അവിടെ പറ്റില്ല. എന്നാൽ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിലോ 2 എഡ്ജും കൂടി ഞാൻ കൂടുതൽ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് യു എന്ന് പറയുന്നത് എന്താ 2 ആണ്, ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും, ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രകാരം എന്ത് പറയാം, 4 > 3 എന്ന് പറയുന്നത് എന്താണ്, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യല്ലോ. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അങ്ങനെ നമ്മളൊരു ഗ്രാഫിനെ എടുത്തു. സിമ്പിളായിരിക്കണം. ഈ നമ്മളെടുക്കുന്ന 2 വേർട്ടീസസിനെ നോൺ അഡ്ജസൻ്റ് ആയിട്ട് എടുക്കുന്ന 2 വേർട്ടീസസിൻ്റെ സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടീസസിനേക്കാളും കൂടുതലോ ഈക്വലോ ആയിരിക്കണം. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഗ്രാഫ് നമ്മൾ എടുത്തിട്ട് അത് ഹാമിൽട്ടോണിയൻ ആയി കഴിഞ്ഞാൽ ആ നമ്മുടെ ജിയിലേക്ക് യുനെയും വിനെയും കണക്ട് ചെയ്യുന്ന പുതിയൊരു എഡ്ജ് വരച്ച് കഴിഞ്ഞാൽ അതും എന്തായിരിക്കും, ഹാമിൽട്ടോണിയൻ ആയിരിക്കും എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയുണ്ട്. അതിൽ ഒരുപാട് വേർട്ടീസസുകളുണ്ട്. ആ വേർട്ടീസസിൽ നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 വേർട്ടീസസ് നമ്മൾ യു വി എന്ന് എടുത്തു. ഇതൊരു ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ ഇവരെ കണക്ട് ചെയ്യുന്ന എഡ്ജുള്ള ഈ ഗ്രാഫും ഹാമിൽട്ടോണിയൻ ആയിരിക്കും എന്നാണ് നമുക്ക് ആദ്യം കാണിക്കേണ്ടത്. ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് എന്താ, അതിലുള്ള എല്ലാ വേർട്ടീസസും നമ്മളെടുക്കുന്ന ഗ്രാഫിലുള്ള എല്ലാ വേർട്ടീസസിനും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു സൈക്കിൾ വരക്കാൻ പറ്റാം. അതിനാണ് ഹാമിൽട്ടോണിയൻ എന്ന് പറയുക അല്ലേ. അപ്പോൾ നോക്കിയേ, ഇങ്ങനെ ഈ ഒരു ഗ്രാഫ് ഹാമിൽട്ടോണിയൻ എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാ വേർട്ടീസസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഒരു സൈക്കിൾ വരക്കാൻ പറ്റുന്നുണ്ട്. ഇനി അതിലേക്ക് പുതിയൊരു എഡ്ജ് വന്നാലും നമ്മളുടെ ഈ ഒരു സൈക്കിൾ തന്നെ പോരെ നമുക്ക്, അല്ലേ. പുതിയൊരു എഡ്ജ് വന്നാലും നമ്മുടെ നമ്പർ ഓഫ് വേർട്ടീസസ് മാറുന്നില്ല. ഈ സൈക്കിളിൽ ഉള്ളതിനേക്കാളും വേർട്ടീസസ് എന്ത് ചെയ്യുന്നില്ല, കൂടുന്നില്ല. അപ്പോഴും നമ്മുടെ G+UV എന്താണ്, ഹാമിൽട്ടോണിയൻ ആണ്. ഓക്കെ, ട്രിവിയലി ആ കേസ് ട്രൂ ആണ്. ഇനി G+UV ഹാമിൽട്ടോണിയൻ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ജി ഹാമിൽട്ടോണിയൻ ആവുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് നമ്മുടെ G+UV ഹാമിൽട്ടോണിയൻ ആണ്. ഈ കാണുന്ന ഈ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. എന്നിട്ട് നമ്മൾ വിചാരിക്കുകയാണ് ജി ഹാമിൽട്ടോണിയൻ അല്ല, നമ്മുടെ ഗ്രാഫ് എന്തല്ല, ഹാമിൽട്ടോണിയൻ അല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടിയാൽ മതിയല്ലോ. ജി ഹാമിൽട്ടോണിയൻ അല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചൊരു തിയറം ഉണ്ട്. ഈ തിയറത്തിൽ എന്താ പറയുന്നത്, ജി ഒരു സിമ്പിൾ ഗ്രാഫാണ്. അതിൽ നമ്പർ ഓഫ് വേർട്ടീസസ് > 3 ആണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ കേസിൽ നമ്മൾ പറഞ്ഞു ഇവിടെ നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 വേർട്ടീസസ് യു വി എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അറ്റ്ലീസ്റ്റ് 3 വേർട്ടീസസ് എങ്കിലും വരണം. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ഗ്രാഫ് എന്താണ്, സിമ്പിൾ ഗ്രാഫ് ആണല്ലോ, കണ്ടോ സിമ്പിൾ ഗ്രാഫാണ്. അപ്പോൾ ഈ കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി മിനിമം ഡിഗ്രി എന്ന് പറയുന്നത്, ഒരു ഗ്രാഫിൻ്റെ മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് V/2 കൂടുതലാവണം എന്നാണ് പറഞ്ഞത്. അത് നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. എങ്ങനെയാണ് നോക്കുക, നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്താ, ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി > V എന്ന് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് V/2 വലുതോ ഈക്വൽ ആയിരിക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒന്നിൻ്റെത് V/2 മിനിമം V/2 വരണം അല്ലേ. എന്ന് വെച്ചാൽ എന്താ, വി എങ്കിലും മിനിമം ഡിഗ്രി ഇതിലുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്, ഇത് വി ആണ് കിട്ടില്ലേ, V > V കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ, ഈ കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജി എന്തായിരിക്കും, ഹാമിൽട്ടോണിയൻ ആയിരിക്കും. അപ്പോൾ നമ്മളെടുത്തുള്ള ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണ്. നമ്മുടെ G+UV ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ ജി എന്തായിരിക്കും, ഹാമിൽട്ടോണിയൻ ആയിരിക്കും. ഏത് കേസ് പ്രകാരം, ഈ തിയറം പ്രകാരം. ഓക്കെ, ഈ തിയറം പ്രകാരം.